ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഹൊരഗല്ലു എന്നൊരു കഥയുണ്ട് സുധാമൂർത്തി എഴുതിയത്. ഹൊരഗല്ലു എന്നാൽ മലയാളത്തിൽ ചുമട് താങ്ങി എന്നാണ് അർത്ഥം. വാഹനഗതാഗതം സാർവത്രികമാകുന്നതിന് മുമ്പ് പല സാധനങ്ങളും തലച്ചുമടായി കൊണ്ടുപോകാതെ വേറെ വഴിയില്ലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. ദീർഘദൂരം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് ചുമടിറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരുന്ന വലിയ കരിങ്കല്ലിനെയാണ് ചുമട് താങ്ങി അല്ലെങ്കിൽ അത്താണി എന്ന് പറയുന്നത്. ഈ പേരിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എത്രയോ സ്ഥലങ്ങളുണ്ട് എന്നറിയുമ്പോൾ തന്നെ ചുമട് താങ്ങിയും അത്താണിയും പൂർവികരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് വ്യക്തമാകും. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകയിൽ പാറിക്കിടപ്പുണ്ട് കാലടി പാതകൾ ഓരോന്നും വന്നണയുന്ന ദിക്കിൽ മുട്ടും വഴികൾ തൻ വക്കിലങ്ങുണ്ടൊരു കട്ടിക്കരിങ്കൽ ചുമടുതാങ്ങി ഒട്ടടുത്തായി കാണുന്നുണ്ടൊരു വായ്ക്കല്ല് പൊട്ടി വീണുള്ള പഴം കിണറും എന്നുള്ള വരികളുണ്ട്. ചുമടുതാങ്ങിയുടെ ഏതാണ്ടൊരു ദൃശ്യം ഈ വരികളിൽ കാണാം. കിണറോ അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്ന ഏതെങ്കിലും നീർച്ചാലോ ഉള്ള വഴിയരികിലാണ് ചുമടുതാങ്ങി നാട്ടുന്നത്. കാരണം തല ചുമടിറക്കി കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് ദാഹമകറ്റി വീണ്ടും യാത്ര തുടരാം. അന്ന് അങ്ങനെ ഒരു കരുതലുണ്ടായിരുന്നു. ആ കരുതലിന്റെ കഥയാണ് സുധാമൂർത്തി എഴുതിയത്. കഥയിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്നൊരു മുത്തച്ഛനും മറ്റൊന്ന് രത്ന എന്ന സ്ത്രീയും. ഗ്രാമത്തിലെ വലിയൊരു ആൽമരത്തിന് കീഴിലുണ്ടായിരുന്ന ചുമടുതാങ്ങിയിൽ മുത്തച്ഛൻ എന്നും പോയിരിക്കും. ചുമടെടുത്തു വരുന്നവരിൽ പലരും ഇവിടെ വന്ന് മുത്തച്ഛനുമായി വർത്തമാനം പറയും. പലരും അവരുടെ സങ്കടങ്ങളാണ് പറഞ്ഞിരുന്നത്. മുത്തച്ഛൻ അതെല്ലാം സശ്രദ്ധം കേൾക്കും. വിഷമങ്ങൾക്ക് പരിഹാരം കാണാനൊന്നും മുത്തച്ഛനാവില്ല, എങ്കിലും കേൾക്കും, ചെറുതായി അവരെ ആശ്വസിപ്പിക്കും. ചുമട് താങ്ങി ചെയ്യുന്നതും അതുതന്നെയാണല്ലോ. ചുമടിന്റെ ഭാരം കുറയ്ക്കാനൊന്നും ചുമട് താങ്ങിക്ക് കഴിയില്ല. എങ്കിലും ദീർഘദൂരം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ചെറിയൊരാശ്വാസം, ക്ഷീണമകറ്റി വീണ്ടും യാത്ര ചെയ്യാനുള്ള ഊർജം ലഭ്യമാക്കും. രത്നയും സമാനമായ മനോഭാവം പുലർത്തിയിരുന്നു. സഹപ്രവർത്തകരെ കേൾക്കാൻ രത്ന സന്നദ്ധയായിരുന്നു. ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് ഇങ്ങനെ വർത്തമാനങ്ങൾ നടന്നിരുന്നു. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ചുമട് താങ്ങി എന്ന കഥയിലൂടെ താൻ പറഞ്ഞത് എന്ന് സുധാമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. In real life, everybody has a lot of problems. There is no house without a problem. There is no person without a problem. The problems, your problems look silly to me. Okay, my problems look silly to you. They say, what Mrs. Murthy at this old age, what problem she has? No problem at all. She has money. She can have fun. Look at us. You have to study, earn money, a lot of work. For me, so what? I have money. You are young. You can dream a lot. You can run a lot. I can't run. You know, everybody looks, other difficulties are small, but everybody has difficulties. And we cannot take your difficulties. You know, your difficulties I can't take. My difficulties you can't take. Like a Horegallu, whenever you are in difficulty, you come and talk to me. I said, don't worry, beta. It happens in life. Please take courage. Have hope. പറയുന്നവന്റെ സങ്കടം തീരുന്നതുവരെ കേൾക്കാനുള്ള മനസ്സില്ലാത്ത അവസ്ഥ അതിഭീകരമാണ്. വിശ്വസിച്ച് പറയാൻ ഒരാളില്ലടോ എന്ന് ഹൃദയം പൊട്ടി കരഞ്ഞു പറയുന്ന മനുഷ്യർ കൂടിക്കൂടി വരികയാണ്. പലപ്പോഴും ഹൃദയാരോഗ്യത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രത്തിൽ പറയുമ്പോൾ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളുമൊക്കെ നിയന്ത്രിക്കാൻ പറയാറില്ലേ? അതുപോലെ തന്നെ പ്രധാനമാണ് സ്ട്രെസ്സും കുറയ്ക്കേണ്ടത്. കാരണം ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ കാരണത്തിൽ സ്ട്രെസ്സിനും നേരത്തെ പറഞ്ഞ ഘടകങ്ങളെപ്പോലെ തുല്യ പങ്കുണ്ട്. വളരെ ചെറിയ പ്രായമായിരുന്നു, വ്യായാമമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും എന്തേ അയാൾക്ക് അറ്റാക്ക് വന്നു എന്ന് എത്ര വട്ടം നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്. അയാളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച്, അയാളുടെ സ്ട്രെസ്സിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്രമേൽ സ്ട്രെസ് ഉള്ളിൽ താങ്ങിക്കൊണ്ട് നടന്നിട്ടുണ്ടാവും. അത് നിറക്കി വയ്ക്കാൻ ഒരു ചുമട് താങ്ങി കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇവിടെയൊക്കെ ധാരാളം സൗഹൃദ കൂട്ടായ്മകളുണ്ടല്ലോ, അസോസിയേഷനുകൾ. ഈ കൂട്ടായ്മകളുടെ ലക്ഷ്യം പരസ്പരം അത്താണിയാവുക എന്നതാവണം. ഒരു ചുമട് താങ്ങിയെങ്കിലും ആവാൻ കഴിയാതെ ലക്ഷങ്ങൾ പൊടിച്ച് ഗാനമേളകളും ഗംഭീര വിരുന്നും ഒരുക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നിട്ടും അവനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന പരിഭവം പറയുന്നതിന് ഇടവരരുത്. അപരന് എന്ത് നൽകി എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം അവന് ആശ്വാസം നൽകി എന്നത് തന്നെയാവണം.